ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ടീച്ചറമ്മയും കാർത്തിക്കുട്ടനും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ LSS ക്ലാസ് 28 ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് വേറൊന്നുമല്ല, കേരളത്തിൻ്റെ പത്മ പുരസ്കാരങ്ങളാണ്. കേട്ടോ. ആദ്യം തന്നെ ഞാൻ പത്മ പുരസ്കാരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പത്മ പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ കൊടുക്കുന്ന പുരസ്കാരമാണ് കേട്ടോ. അപ്പോൾ അതിലുള്ളൊരു പുരസ്കാരമാണ് പത്മ പുരസ്കാരം. ഇനി നമ്മൾ നോക്കുന്നത് പത്മ പുരസ്കാരങ്ങളെ കുറിച്ചാണ് കേട്ടോ. പത്മ പുരസ്കാരങ്ങൾ മൂന്ന് തരത്തിലാണുള്ളത്. പത്മ പുരസ്കാരങ്ങൾ ഒന്നാണ് പത്മവിഭൂഷൺ, ഇനി രണ്ടാമത്തതാണ് പത്മഭൂഷൺ, ഇനി മൂന്നാമത്തതാണ് പത്മശ്രീ. ഇത് മൂന്നാണ് കേട്ടോ ഉള്ളത് പത്മ പുരസ്കാരങ്ങൾ. ഒന്നും കൂടി പറയാം: പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. അപ്പോൾ ഒരു ക്ലൂ തരാം കേട്ടോ ഇത് പഠിക്കാൻ. മൂന്നിനും ഫസ്റ്റ് തുടക്കം പത്മ വെച്ച് തന്നെ വിഭൂഷൺ, ഭൂഷൺ, ശ്രീ വിഭൂഷൺ, ഭൂഷൺ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലൂ വെച്ചിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രമായിട്ട് ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തത് നോക്കാം കേട്ടോ. ഒന്നാമത്തത് നമ്മൾ പത്മവിഭൂഷണാണ് നോക്കുന്നത്. പത്മവിഭൂഷണിൽ 3 ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. പത്മവിഭൂഷണിൽ 3 ആൾക്കാർക്കും, പത്മഭൂഷണിൽ 2 ആൾക്കാർക്കും, പത്മശ്രീയിൽ 3 ആൾക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പത്മശ്രീയിൽ 3 ആൾക്കും, വിഭൂഷണിൽ 3 ആൾക്കാർക്കും, പത്മഭൂഷണിൽ 2 ആൾക്കും, പത്മശ്രീയിൽ 3 ആൾക്കാർക്കുമാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് പത്മവിഭൂഷൺ കിട്ടിയവരെ ഇപ്പോൾ നോക്കാം. എന്നിട്ട് നമുക്ക് പത്മഭൂഷൺ, പത്മശ്രീ കിട്ടിയവരെ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പത്മവിഭൂഷൺ കിട്ടിയത് VS അച്യുതാനന്ദനാണ് കേട്ടോ. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഇന്ന് എടുത്ത് 2026 മരണപ്പെട്ടു കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിനാണ് 2026 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം കേട്ടോ. KD തോമസ് ആണ് രണ്ടാമത്തതാണ്. KD തോമസ്. അപ്പോൾ ഞാൻ ഇവിടെ KD തോമസിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ തന്നെ ഇവിടെ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഫോട്ടോ കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് KD തോമസ്. ഇദ്ദേഹത്തിനും VS അച്യുതാനന്ദനുമാണ് കേട്ടോ പത്മവിഭൂഷൺ കിട്ടിയത്. ഇനി ഒരാൾക്കും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ VS അച്യുതാനന്ദ ഫോട്ടോ ഓൾറെഡി ഇത് ഉണ്ട് കേട്ടോ. ഇവിടെ ഈ മമ്മൂട്ടീൻ്റെ മുകളിൽ നിൽക്കുന്നതാണ് കേട്ടോ VS അച്യുതാനന്ദൻ. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് പത്മവിഭൂഷണിൽ ലാസ്റ്റത്തെ ആളാണ് കേട്ടോ P നാരായണനാണ്. അപ്പോൾ ഞാൻ P നാരായണൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ കാണിക്കാം കേട്ടോ. P നാരായണൻ്റെ ഫോട്ടോ ഇപ്പോൾ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതാണ് നമ്മളുടെ P നാരായണൻ. ഇദ്ദേഹമാണ് P നാരായണൻ. അപ്പോൾ നമുക്ക് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് VS അച്യുതാനന്ദൻ, 2 KD തോമസ്, 3 P നാരായണൻ. P നാരായണൻ്റെ ഫോട്ടോയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് 3 പേർക്കുമാണ് പത്മവിഭൂഷൺ കിട്ടിയത് കേട്ടോ. ഇവർക്ക് 3 പേർക്കുമാണ് പത്മവിഭൂഷൺ കിട്ടിയത്. ഇനി നമ്മൾ നോക്കുന്നത് പത്മഭൂഷണാണ് കേട്ടോ. പത്മഭൂഷൺ. അപ്പോൾ പത്മഭൂഷൺ കിട്ടിയത് 2 ആൾക്കാർക്കാണ് കേട്ടോ. പത്മഭൂഷൺ 2 ആൾക്കാർക്കാണ് കിട്ടിയത്. അപ്പോൾ ഒന്ന് മമ്മൂട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. മമ്മൂട്ടിക്കാണ് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടീൻ്റെ ഫോട്ടോ ഓൾറെഡി ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ മമ്മൂട്ടീൻ്റെ ഫോട്ടോ കാണിക്കുന്നില്ല. അപ്പോൾ ഇനി ഉള്ളത് രണ്ടാമത്തത്
ഒന്ന് മമ്മൂട്ടി, 2 വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശനും മമ്മൂട്ടിക്കുമാണ് പത്മഭൂഷൺ കിട്ടിയത്. ഞാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാനത് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ഇദ്ദേഹത്തിനും മമ്മൂട്ടിക്കുമാണ് നടനായ മമ്മൂട്ടിക്കാണ് 2026 പത്മഭൂഷൺ അല്ലെങ്കിൽ പത്മ പുരസ്കാരം ലഭിച്ചത്. കൂടാതെ മമ്മൂട്ടിക്ക് ഇപ്രാവശ്യം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2024 മികച്ച നടനാവാനും മമ്മൂട്ടിക്ക് പറ്റിയിട്ടു. മമ്മൂട്ടി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2024 മികച്ച നടനാണ് മമ്മൂട്ടി. മമ്മൂട്ടിൻ്റെ ഭ്രമയുഗം എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. ഭ്രമയുഗം അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്ന് പറഞ്ഞുള്ളൂ കേട്ടോ. പിന്നെ മികച്ച നടി ഷംല ഹംസയാണ്. ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. പിന്നെ മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സാണ്. മഞ്ഞുമൽ ബോയ്സിനാണ് ലഭിച്ചത്. ഇനി മികച്ച സംവിധായകൻ ചിദംബരമാണ്. ഉത്തരം മഞ്ഞുമൽ ബോയ്സിൽ മികച്ച സംവിധായകനാണ് കേട്ടോ. ഇനി മികച്ച തിരക്കഥാകൃത്ത് അതും ചിദംബരം ആണ് കേട്ടോ. അതും മഞ്ഞുമൽ ബോയ്സിലാണ്. ഇനി അടുത്തത് മികച്ച നവാഗത സംവിധായകനാണ്. മികച്ച നവാഗത സംവിധായകൻ കിട്ടിയിരിക്കുന്നത് ഫാസിൽ മുഹമ്മദാണ്. അത് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ ഷംല ഹംസ അഭിനയിച്ച സിനിമയിൽ തന്നെയാണ് മികച്ച നവാഗത സംവിധായകനുള്ളത്. ഇനി മികച്ച ചലച്ചിത്ര ഗ്രന്ഥം ചോദിച്ചാൽ CS മീനാക്ഷിയാണ് കേട്ടോ. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം CS മീനാക്ഷി. പൊൻപാട്ടു താരങ്ങൾ. പിന്നെ മികച്ച ജനപ്രിയ ചിത്രം എന്ന് ചോദിച്ചാൽ നെസ്ലിൻ റീനു ഒക്കെ മമിത ബൈജു ഒക്കെ അഭിനയിച്ച പ്രേമലു ആണ് കേട്ടോ. പ്രേമലു ആണ് മികച്ച ജനപ്രിയ ചിത്രം. അപ്പോൾ ഞാൻ ടോപ്പിക്കിൽ നിന്ന് മാറിയിട്ടോ. നമുക്ക് വീണ്ടും നമ്മളുടെ ടോപ്പിക്കിൽ തന്നെ വരാം. പത്മ പുരസ്കാരങ്ങളിൽ നമ്മൾ ഇനി നോക്കാനുള്ളത് പത്മശ്രീയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പത്മശ്രീയിൽ ഇത് AE മുത്തുനായകമാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ള 3 ആൾക്കാരിൽ ഒരാൾ. അപ്പോൾ അവരുടെ ഫോട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ നടിയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ AE നായികൻ്റെ ഫോട്ടോ കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് രണ്ടാമത്തെ നോക്കാം കേട്ടോ. രണ്ടാമത്തേതാണ് കലാമണ്ഡലം വിമല മേനോനാണ്. ഞാൻ കലാമണ്ഡലം വിമല മേനോൻ്റെ ഒരു ഫോട്ടോ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കലാമണ്ഡലം വിമല മേനോൻ. നമ്മളിപ്പോൾ നോക്കിയത് AE മുത്തുനായകവും കലാമണ്ഡലം വിമല മേനോനുമാണ് കേട്ടോ. ഇനി നമ്മൾ പത്മശ്രീയിൽ ലാസ്റ്റ് ഉള്ള പേരാണ് G ദേവകി അമ്മയാണ്. ഞാൻ അപ്പോൾ തന്നെ ദേവകി അമ്മയുടെ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ G ദേവകി അമ്മ. അപ്പോൾ ഇത്രയും ആണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കിയത്. ഇപ്പോൾ പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്നത് V സച്ചിദാനന്ദൻ, KD തോമസ്, P നാരായണൻ. ഇനി പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ. ഇനി പത്മശ്രീ കിട്ടിയിരിക്കുന്നത് AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, G ദേവകി അമ്മയാണ്. അപ്പോൾ ഇത്രയല്ലോ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടണും അമർത്താൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അടുത്ത LSS ക്ലാസ് 29 പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.